ഇവരുടെയൊക്കെ എല്ലാവരും ഇപ്പൊ ഗീതയാണെങ്കിലും ഹേമന്ത് ആണെങ്കിലും ആ തണുപ്പത്ത് എല്ലാവരും നിന്ന് വർക്ക് ചെയ്ത് ഞങ്ങളൊക്കെ രാവിലെ അവിടുത്തെ ഒരു 6 മണിക്കൊക്കെ നമ്മൾ തുടങ്ങും. ബിക്കോസ് ലൈറ്റ് പോകും, ലൈറ്റിന്റെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തുടങ്ങും, അപ്പൊ ഭയങ്കര തണുപ്പായിരിക്കും. എന്നാലും നമ്മളൊക്കെ നിന്ന് ചെയ്തു. അതൊക്കെ ഒരു ചാലഞ്ചാണ് ശരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്തതും. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാം, കുറച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സംവിധാന സംരംഭം വരുമ്പോ തന്നെ 4ാമത്തെ സിനിമ ആ ഒരു രീതിയിൽ ഒരു ഹൊറർ മൂവി എടുക്കുമ്പോൾ അതിന്റെ അകത്ത് ഒരുപാട് സിനിമ മാറിയിട്ടുണ്ട്. അപ്പൊ ആ മാറ്റങ്ങളൊക്കെ സാർ ഇതിനു മുമ്പ് പഠിച്ചത് ലേണിംഗ് ആയിരുന്നോ? അല്ലല്ല, അത് ഞാൻ അഭിനയിച്ചിട്ടേ ഉള്ളൂ ആ സിനിമയിൽ. ഇത് ഞാൻ വേറൊരു സ്റ്റൈലാണ് ഈ സിനിമ. ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, നമ്മൾ സിനിമ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ കഥ ലണ്ടനിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിഷ്വൽസും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതിലാണ് സിനിമ പോയിരിക്കുന്നത്. ഒരു കഥ അങ്ങനെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ പിന്നെ അതിനെ ഇരുന്ന് ഡെവലപ്പ് ചെയ്താണ് നമ്മുടേതായിട്ടുള്ള രീതിയിലേക്ക്. നമ്മുടെ ഒരു ഇന്ത്യയിൽ നടക്കുന്ന കഥയായിട്ടല്ല, അവിടെ നടക്കുന്ന ഒരു കഥയായിട്ട്. ഹൊററിന് പിന്നെ ഇതാണല്ലോ ഒരു പ്രേതം, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. മലയാളം സംസാരിക്കാൻ ഷാദിരിക്ക് മനസ്സിലാവും. എന്റെ പേര് ആതിര രാജീവ്. ഞാൻ ഈ സിനിമയിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ശങ്കർ സാർ എന്നെ ആദ്യം അപ്രോച്ച് ചെയ്ത് എനിക്ക് എന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ഞാൻ വാവുന്നായെങ്കിലും എന്നെക്കാട്ടും വലിയ എക്സ്പ്രഷനാണ് എന്റെ അച്ഛനും എന്റെ അമ്മയും ആ സമയത്ത് ഇട്ടത്. അപ്പൊ അവരുടെ മുഖം കണ്ടിട്ട് ഞാനത് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചത്. It was a really nice experience. It was traveling for work. അതെന്റെ ഏറ്റവും ഫേവറേറ്റ്. I'm definitely a traveler. അപ്പൊ എനിക്ക് വർക്കിന് വേണ്ടി ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. And that was my first time going to London actually. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.